ആക്ച്വലി ഞാൻ അന്ന് വരാൻ നിൽക്കുമ്പോൾ ഇന്ന് എൻ്റെ ഒരു പഴയ പേഷ്യൻ്റ് വന്നിരുന്നു. ആ പേഷ്യൻ്റ് എന്നോട് ലേശം ദേഷ്യത്തിലാണ് വന്നത്. എന്താ വെച്ചാൽ മൂപ്പരുടെ ഇപ്പോൾ ക്രിയാറ്റിൻ കുറച്ച് കൂടിയിട്ടുണ്ട്, കാലിൽ നീരുണ്ട്, കഴിഞ്ഞ മാസം ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നിരുന്നു. ഈ പേഷ്യൻറ്റിനെ ഞാൻ ആക്ച്വലി ഒരു 6 മാസം മുമ്പ് കണ്ടതാണ്, പിന്നെ മൂപ്പരെ കണ്ടിട്ടില്ല. അന്ന് ഒരു 45 വയസ്സുണ്ട്. ഞാൻ നോക്കിയപ്പോൾ നല്ല ഷുഗർ, ഫാസ്റ്റിംഗ് ഷുഗർ 400, ഭക്ഷണം കഴിച്ചിട്ട് 600, HbA1c 15 ഒക്കെ ആയിരുന്നു. അതിൻ്റെ കൂടെ തരിപ്പുണ്ടായിരുന്നു. മൂത്രത്തിൽ നോക്കിയപ്പോൾ പ്രോട്ടീൻ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള ടെസ്റ്റ് ഒക്കെ ചെയ്തു, മരുന്നൊക്കെ ആക്കി കൊടുത്തു. 2 ആഴ്ചക്ക് മൂപ്പര് ഷുഗറൊക്കെ കുറഞ്ഞു. അങ്ങനെ മൂപ്പര് അടുത്ത മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാൻ പോയപ്പോൾ അവിടെയുള്ള കുട്ടി മൂപ്പരോട് പറഞ്ഞു കൊടുത്തു, ഈ മരുന്നൊക്കെ കഴിച്ചാൽ നിങ്ങളുടെ കിഡ്നി കേടുവരും. പിന്നെ ഇതിൽ എഴുതിയ കുറേ മരുന്നൊക്കെ പ്രഷറിൻ്റെ മരുന്നാണ്, നിങ്ങൾക്ക് പ്രഷറൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് മൂപ്പര് ഇതൊക്കെ നിർത്തി. അങ്ങനെ നിർത്തി. ഇപ്പോൾ എല്ലാം കുളമായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എന്തിനാ ഈ സ്റ്റോറി പറയാൻ കാരണം വിചാരിച്ചാൽ, നമ്മുടെ പ്രമേഹ രോഗികളെ നമ്മൾ ചികിത്സിക്കുമ്പോൾ അതിന് ഷുഗറിനെ മാത്രം അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അവരുടെ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നത് തടയണം. അതിനെടുക്കുന്ന പല മരുന്നുകളും പ്രഷറിന് കൊടുക്കുന്ന മരുന്നാണ്. കാലിലെ തരിപ്പുകളും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ കാലിലേക്ക് രക്തോട്ടം കൂടാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന്, ആസ്പിരിൻ പോലത്തെ മരുന്നുകൾ കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മരുന്നിനെ കുറിച്ചോ നമ്മൾ ഒപ്പീനിയൻ എടുക്കേണ്ടത് അതിനെക്കുറിച്ച് വിവരം ഉള്ളവരോടാണ്. 10-20 കൊല്ലം മെഡിസിൻ പഠിച്ച് അതൊരു 20 കൊല്ലം പ്രാക്ടീസ് ചെയ്ത് കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ മാഗസീനിലൊക്കെ എഴുതുന്ന ഡോക്ടർമാരെയൊക്കെ ഒഴിവാക്കി 10ാം ക്ലാസ് തോറ്റ് 5 കൊല്ലം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരാളുടെ ഒപ്പീനിയൻ എടുക്കുമ്പോൾ നമുക്ക് വരാവുന്ന കോംപ്ലിക്കേഷനാണ് പാവം എൻ്റെ ആരോഗ്യക്ക് സംഭവിച്ചത്. വിത്ത് ദിസ് ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വരാം. പ്രമേഹം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് വെച്ച് നോക്കുമ്പോൾ എല്ലാ അസുഖങ്ങളുടെയും, അതായത് ജീവിത ശൈലി രോഗങ്ങളുടെ മുഴുവൻ ഒരു ഫാദറായിട്ട് വരും. മൂപ്പരുണ്ടെങ്കിൽ പിന്നെ അടുത്ത കുട്ടികളൊക്കെ പതുക്കെ വരും. വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനെ കൃത്യമായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ആ ട്രീറ്റ്മെൻറ്റിൽ മൾട്ടി ഡിസിപ്ലിൻ ഒരു അപ്രോച്ച് ചെയ്യുക. അതായത് പ്രഷർ ഉണ്ടെങ്കിൽ പ്രഷറിനെ ട്രീറ്റ് ചെയ്യണം, യൂറിനിൽ പ്രോട്ടീൻ പോകുന്നുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. ചിലവർക്ക് നമ്മുടെ സെക്ഷൽ പ്രശ്നങ്ങളുണ്ടാവും, അപ്പോൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകളെ കാണണം, യൂറോളജിസ്റ്റുകളെ കാണേണ്ടി വരും. കാർഡിയോളജി പ്രോബ്ലംസ് വരികയാണെങ്കിൽ ഈ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാർഡിയോളജിസ്റ്റിനെ കാണേണ്ടി വരും. അങ്ങനെ ഒരു കോംപ്രിഹെൻസീവ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഡയബറ്റിക് രോഗികളെ ഡയബറ്റിക് അല്ലാത്ത രീതിയിൽ, അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ് പറയുകയാണെങ്കിൽ ഞാൻ ലേശം അധിക സമയം എടുക്കും, ചെറിയ കാര്യങ്ങൾ കൂടി പറയാനുള്ളതുകൊണ്ട്. ആക്ച്വലി ഒരു 3000 വർഷം മുമ്പ് ഈജിപ്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഡയബറ്റിസ് അല്ലെങ്കിൽ മൂത്രത്തിൽ കൂടെ ചില ആൾക്കാർ മൂത്രം അധികം ഒഴിക്കുന്ന ഒരു രോഗം ഉണ്ട് എന്നുള്ളത് റെക്കോർഡ് ചെയ്യുന്നത്. ഏകദേശം അതേ സമയത്ത് തന്നെ ഇന്ത്യയിൽ മൂത്രം ഒഴിക്കുമ്പോൾ ഉറുമ്പുകൾ വരുന്ന ഒരു രോഗം, അതിന് സംസ്കൃതത്തിൻ്റെ പേരായിരുന്നു മധുമേധം, അതും കണ്ടുപിടിച്ചു. അതായത് ഏകദേശം 3000 വർഷം മുമ്പാണ് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ആഫ്റ്റർ ഫ്യൂ സെഞ്ചുറീസ് ഏരിയസ് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ഇതിന് ഡയബറ്റിസ് എന്ന് പേരിടുക. അന്ന് മെലിറ്റസ് ഇല്ല. അതിനുശേഷം 17th സെഞ്ചുറിയിൽ തോമസ് വില്യംസ് എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യമായിട്ട് മൂത്രം തേനിനെ പോലെയുള്ള ഒരു അസുഖം എന്നുള്ള പേരിൽ മെലിറ്റസ് അതിനോട് ചേർക്കുന്നത്. പാവം അന്ന് അദ്ദേഹം ടെസ്റ്റ് ചെയ്തത് മൂത്രം രുചിച്ചു നോക്കിയിട്ടായിരുന്നു. അപ്പോൾ ഈ ടേസ്റ്റിംഗ് യൂറിൻ ടു ടെസ്റ്റിംഗ് യൂറിൻ്റെക്ക്, അവിടുന്ന് ബ്ലഡ് ടെസ്റ്റിലേക്ക്, അവിടുന്ന് നമ്മുടെ പല പല ടെസ്റ്റിലേക്കുള്ള ഗ്രോത്താണ് ഈ പ്രമേഹത്തിൻ്റെ ചികിത്സയിലും രോഗികളുടെ കാലങ്ങളായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റിലേക്കും വെച്ചത്. പ്രമേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ആദ്യകാലത്ത് ഇതിന് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടാവില്ല. എൻ്റെ പല രോഗികളും പറഞ്ഞു എനിക്ക് 600 ഉണ്ട്, എന്നിട്ട് എനിക്കൊല്ല കുഴപ്പമുണ്ടോ? കുഴപ്പം അപ്പം ഉണ്ടാവില്ല. ഇത് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ കിഡ്നിയെയും ഹാർട്ടിനെയും ഞരമ്പുകളെയും എങ്ങനെ തളർത്തുന്നു, ആ തളർത്താതിരിക്കാനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇന്നത്തെ രോഗം ഒരു പനിയെ ചികിത്സിക്കുന്ന മാതിരി ഇന്ന് നമുക്ക് മാറ്റാനുള്ള ഒരു അസുഖം അല്ല പ്രമേഹം എന്നുള്ളതാണ്. തുടർച്ചയായ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഈ ഷുഗറിനെ എന്തിനാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്, അതായത് ആദ്യത്തിൽ കണ്ടുപിടിക്കുന്നത്. നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇതിൽ ഫാസ്റ്റിംഗ് ഒരു 125 മേലെയും, അല്ലെങ്കിൽ ഭക്ഷണശേഷം അതായത് ഒരു റാൻഡം ഷുഗർ മോർ ദാൻ 200 ഉള്ളതിനെയും
HbA1c 6.5 മേലുള്ളതിനെയാണ്. ഇതല്ലാത്തൊരു സ്റ്റേജ്, ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സ്റ്റേജിനെ പ്രീ ഡയബറ്റിക് എന്ന് പറയും. ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നമ്മൾ നമ്മുടെ ഡയറ്റ്, അതായത് ഭക്ഷണത്തെ നിയന്ത്രിക്കുക, കാർബോഹൈഡ്രേറ്റിനെ മാക്സിമം കൺട്രോൾ ചെയ്ത് പ്രോട്ടീൻസ് അധികം എടുത്ത് നല്ല എക്സസൈസ് ചെയ്ത് നമ്മുടെ ബോഡി വെയ്റ്റിനെ കുറക്കുകയാണെങ്കിൽ ഈ പ്രമേഹം നോർമൽ ലെവലിൽ, പ്രമേഹത്തിലേക്ക് പോകാതെ അതിനെ തടയാൻ പറ്റുമെന്നുള്ളത് പല ട്രയൽസിലും പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലടക്കം നടത്തിയ ഡയബറ്റിക് പ്രിവെൻഷൻ ട്രയൽസിലെല്ലാം ഈ വെയിറ്റ് റിഡക്ഷനും എക്സസൈസും ഡയറ്റ് കൺട്രോളും കൊണ്ട് ഇതിൻ്റെ പ്രോഗ്രഷനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഷുഗർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിൽ ഗർഭസമയത്ത് ഷുഗർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗർഭസമയത്ത് വലിയ കുട്ടി ഉണ്ടായവരാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒബീസിറ്റി ഉണ്ടെങ്കിൽ, ഈ ആൾക്കാർ ഷുഗർ ഉണ്ടോ എന്നുള്ളത് പ്രോ ആക്റ്റീവായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നമുക്ക് ഷുഗർ വരുന്നുണ്ടോ നോക്കാൻ ആവശ്യമായ ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, അതിനുള്ള മറ്റു മെഷീൻസ് ഉണ്ട്. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കുത്തി പരിശോധിക്കാം, അല്ലെങ്കിൽ HbA1c ചെയ്ത് നോക്കാം. ആ തരത്തിലുള്ള സ്ക്രീനിങ് ചെയ്ത് പ്രമേഹത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ആവശ്യമായ ഡയറ്റ് ചേഞ്ചസ് വരുത്തണം. നമ്മൾ ഇന്ന് കേരളത്തിൽ കഴിക്കുന്ന നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പണ്ട് ഭയങ്കരമായിട്ട് ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ മാനുവൽ ജോബ്, നമ്മൾ കൃഷിയൊക്കെ ചെയ്തിരുന്നതാണല്ലോ, അതിനുള്ള അത്രയും കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ജോലിയൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഓഫീസിലിരിക്കുകയാണ്. ഇപ്പം ഞാനാണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ OPയിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത്രയും അധികം കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ കഴിയില്ല, കാരണം നമ്മുടെ എനർജി ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ കൂട്ടി ആവശ്യത്തിനുള്ള എക്സസൈസ് എന്ന് പറയുമ്പോൾ രണ്ടും വേണം. ഒന്ന് കാർഡിയാക് എക്സസൈസ് എന്ന് പറയും, അതായത് നമ്മൾ നടക്കുക, അതിനൊരു 150 മിനിറ്റ് ആഴ്ചയിൽ ചെയ്താൽ മതി. പക്ഷേ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും റെസിസ്റ്റൻറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞ് മസിൽസിൻ്റെ എക്സസൈസും കൂടി നമ്മൾ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് വാർദ്ധക്യമാകുമ്പോൾ വളഞ്ഞു പോവാതെ നല്ല ആരോഗ്യത്തോടെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ പ്രമേഹം എന്ന് പറഞ്ഞതിന് നമ്മൾ പേടിക്കുകയല്ല വേണ്ടത്, കോഷനാണ് വേണ്ടത്. നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞ മാതിരി പേടിയല്ല ജാഗ്രതയാണ് വേണ്ടത്. ജാഗ്രതയിൽ എന്താണ്, നമ്മൾ ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യണം, ടെസ്റ്റുകൾക്കനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നടത്താൻ കഴിവുള്ള ഡോക്ടേഴ്സിനെ കാണണം, കൃത്യമായ അളവിൽ കൃത്യമായ ഒരു ടൈം ഫ്രെയിം വെച്ച് നമുക്ക് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അതിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രമേഹ രോഗിക്ക് പ്രമേഹമില്ലാത്ത ആളെപ്പോലെ തന്നെ ഉള്ള ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ നീളം കൂട്ടിയാൽ മാത്രം പോരാ, അതിന് ക്വാളിറ്റി കൂടി വേണം. ആ ക്വാളിറ്റിയിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഡയബറ്റിക് ഡേയിൽ നമുക്ക് ആർക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം. ഇത് തന്നെ WHO പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഡയബറ്റിസ് ത്രൂ ഓൾ ഏജസ് എന്നുള്ളതാണ്. അതായത് എല്ലാ വയസ്സിലുള്ളവർക്കും, കുട്ടികൾക്കുള്ള പ്രമേഹമുണ്ട്, സ്ത്രീകൾക്ക് മാത്രം വരുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസ്, എല്ലാ ഡയബറ്റീസിനെയും നമുക്ക് മെരുക്കി നോർമലി കൊണ്ട് നടക്കാം, പ്രൊവൈഡഡ് നമ്മൾ അതിനുള്ള എഫേർട്ട് എടുക്കണം, ആവശ്യമായ സ്ക്രീനിങ് ചെയ്യണം, ആവശ്യമായ എക്സസൈസ് ചെയ്യണം, ആവശ്യമായ ഡയബറ്റിക് കൺട്രോൾ ചെയ്യണം. താങ്ക് യു.